തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഉപഭോക്തൃ സംരക്ഷണം ഇന്നത്തെ ആവശ്യം ഈ വിഷയത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പുനലൂർ TM തോമസ് സംസാരിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ആക്ട് 35 പ്രകാരം 2019 ഓഗസ്റ്റ് 9 നിലവിൽ വന്നു. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഈ നിയമം. ഈ നിയമപ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നു. വളരെയേറെ അധികാരങ്ങൾ ഈ അതോറിറ്റിക്കുണ്ട്. ഇന്ന് ഉപഭോക്താവിന്റെ അവകാശ സംരക്ഷണത്തിന് കൂടുതൽ ശക്തി പകരും. ഈ നിയമപ്രകാരം ഉപഭോക്തൃ പരാതികൾ ഗമ്യമായി പരിഹരിക്കുവാൻ മീഡിയേഷൻ സെല്ലുകളും നിലവിൽ വന്നു. ക്രമവിരുദ്ധമായ വ്യാപാര പ്രവണത നിയന്ത്രിക്കുക, ഉപഭോക്താവിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കുക, ഈടാക്കിയ വില തിരിച്ച് നൽകിക്കുക, ഉപഭോക്തൃ സേവനങ്ങളിൽ വീഴ്ച വരുത്തിയാലും ശിക്ഷിക്കപ്പെടും. ഇതെല്ലാം ഈ നിയമം അനുശാസിക്കും. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ തലങ്ങളിൽ രൂപം കൊടുത്ത ജില്ലാ ഉപഭോക്തൃ തർക്ക പരാതി പരിഹാര ഫോറങ്ങൾ ജില്ലാ കമ്മീഷനുകളായി മാറ്റി. ഇതും ഈ നിയമത്തിന്റെ നേട്ടമായി എടുത്തു പറയേണ്ടതാണ്. ജില്ലാ കളക്ടർമാർ ചെയർപേഴ്സണായ ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ രൂപം കൊണ്ടു. ഇതിൽ സന്നദ്ധ ഉപഭോക്തൃ സംഘടനകൾക്കുള്ള പ്രാതിനിധ്യം ഉപഭോക്താക്കൾക്ക് ആശ്വാസം. വലിയ വില ഈടാക്കിക്കൊണ്ട് ഗുണമേന്മ കുറഞ്ഞതോ തൂക്കം കുറച്ചതോ മായം ചേർത്തതോ ആയ സാധനങ്ങൾ നൽകി ചില ഉൽപാദകരോ കച്ചവടക്കാരോ ഉപഭോക്താക്കളെ വഞ്ചിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുവാൻ ഉള്ള പ്രധാന നിയമം കൂടിയാണിത്. എത്രയെത്ര വസ്തുക്കളാണ് നാം ദിവസവും വാങ്ങി ഉപയോഗിക്കുന്നത്. മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ദിനംപ്രതി രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങളും നാം ഉപയോഗിക്കും. സാധന സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ന്യായമായ വിലയ്ക്ക് ഏറ്റവും ഗുണമേന്മയോടെ അവ ലഭ്യമാകണമെന്ന് നാം ആഗ്രഹിക്കും. ആ ആഗ്രഹം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം സബലീകരിക്കും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവരുടെ താല്പര്യങ്ങൾ ന്യായമായി പരിഗണിക്കുന്നതിനും വേണ്ടി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ സ്ഥാപിക്കുകയും അവയുടെ നടപടി ക്രമങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പ്രതിഫലം നൽകി സാധനമോ സേവനമോ കൈപ്പറ്റുന്ന ഏതൊരാളും ഉപഭോക്താവാണ്. സാധനം വിലയ്ക്ക് വാങ്ങുമ്പോൾ തന്നെ പ്രതിഫലം അല്ലെങ്കിൽ വില നൽകുകയോ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ പ്രതിഫലം ഭാഗികമായി നൽകാമെന്ന വാഗ്ദാനത്തിൽ സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നവർ ഉപഭോക്താവ്. പ്രതിഫലം നൽകി മറ്റൊരാളുടെ സേവനം കൂലിക്കെടുക്കുന്ന ഏതൊരാളും ഉപഭോക്താവാണ്. സേവനം നേടുമ്പോൾ തന്നെ പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ പ്രതിഫലം നൽകുവാൻ അവധിക്ക് വെക്കുന്ന ഏതെങ്കിലും രീതി പ്രകാരമോ സേവനം കൂലിക്കെടുക്കുന്നവർ ഉപഭോക്താക്കളാണ്. സാധാരണ പരസ്യങ്ങളിൽ പറയുന്ന ഗുണനിലവാരം ഇല്ലാതിരുന്നാലും അളവിലും മറ്റും മായം ചേർത്താലും ഉപഭോക്താവിന് പരാതിപ്പെടാം. ഗുണനിലവാരം ഉറപ്പുവരുത്തുവാനും കൃത്യമായ വിലയ്ക്ക് വസ്തുക്കൾ ലഭ്യമാക്കാനും വിലയിലും അളവിലുമുള്ള വഞ്ചന തടയുകയുമാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ഉപഭോക്താവിന് നഷ്ടം സംഭവിക്കുകയോ സേവനം യഥാവിധി ലഭ്യമാകാതിരിക്കുകയോ ചെയ്താൽ അയാൾക്ക് സംഭവം നടന്ന് 1 വർഷത്തിനകം പരാതി ബോധിപ്പിക്കാം. 20 ലക്ഷം രൂപയിൽ കവിയാത്ത തർക്കങ്ങൾക്ക് ജില്ലാ കമ്മീഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പുറമെ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനും ദേശീയ കമ്മീഷനും നിലവിലും. വിധി നടപ്പാക്കുന്നതിനും വിധി അനുസരിക്കാൻ വിസമ്മതിക്കുന്ന എതിർകക്ഷിയെ ജയിലിൽ അടയ്ക്കുന്നതിനും കമ്മീഷന് അധികാരമുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ സേവന മേഖലയിൽ ബാങ്കിംഗ്, ഫിനാൻസിംഗ്, ഇൻഷുറൻസ്, ഗതാഗതം, സംസ്കരണം, വൈദ്യുതിയുടെയും അതുപോലെയുള്ള ഊർജങ്ങളുടെയും വിതരണം, ബോർഡിങ്, ലോഡ്ജിങ്, ഭവന നിർമ്മാണം, വിനോദം, വാർത്തകൾ ശേഖരിക്കൽ തുടങ്ങിയ വിഭാഗങ്ങൾ സേവന സൗകര്യങ്ങളാണ്. ആതുര സേവനത്തിലെ അനാസ്ഥയ്ക്കെതിരെ സംരക്ഷണ നിയമപ്രകാരം നഷ്ടപരിഹാരത്തിനായി ഉപഭോക്താക്കൾക്ക് കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഡോക്ടറുടെ അശ്രദ്ധ മൂലം രോഗിക്ക് നഷ്ടപരിഹാരം വിധിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രിയിലേതുപോലുള്ള സൗജന്യ ചികിത്സയാണെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുകയില്ല. പരാതി കൊടുക്കേണ്ടത് എങ്ങനെ എന്ന് പറയാം. പരാതി സമർപ്പിക്കാൻ നിയതമായ മാതൃക നിയമത്തിലില്ല.
പരാതിക്കാരന്റെ വിലാസവും എതിർകക്ഷിയുടെ പേരും വിലാസവും പരാതിയിൽ രേഖപ്പെടുത്തണം. ബില്ലുണ്ടെങ്കിൽ അതും പരാതിക്കൊപ്പം ഹാജരാക്കണം. സാധനങ്ങളോ സേവനങ്ങളോ പണം നൽകി വാങ്ങിയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എഴുതണം. എതിർകക്ഷിയുടെ സേവനത്തിലെ അപാകത പരാതിക്കാരൻ ബില്ലിൽ വ്യക്തമാക്കണം. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നിവൃത്തികൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഇനി നടപടിക്രമങ്ങളെ കുറിച്ച് പറയാം. ലളിതമായ നടപടിക്രമം സിവിൽ കോടതി പോലെ വിശദമായ തെളിവെടുപ്പോ വിസ്താരമോ ഇല്ല. ഉപഭോക്തൃ സംരക്ഷണ ഭേദഗതി ചട്ടം 2004 പ്രകാരം ജില്ലാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കുന്നതിന് 1 ലക്ഷം വരെ പരിധി വരുന്ന വ്യവഹാരത്തിന് 100 രൂപയും 1 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷത്തിന് താഴെ വരെയുള്ള വ്യവഹാരങ്ങൾക്ക് 200 രൂപയും 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷത്തിൽ താഴെ വരെയുള്ള കേസുകൾക്ക് 400 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെയുള്ള കേസുകൾക്ക് 500 രൂപയും ഫീസ് അതാത് കമ്മീഷനിൽ അടയ്ക്കേണ്ടതാണ്. പരാതി ഏത് ജില്ലാ കമ്മീഷനിൽ സമർപ്പിക്കണമെന്ന് പറയാം. പരാതിക്ക് ആധാരമായ ഇടപാടുകൾ നടന്നത് എവിടെ വെച്ചാണോ ആ സ്ഥലത്തുള്ള ജില്ലാ കമ്മീഷനിൽ പരാതി നൽകാം. പരാതിക്ക് കാരണമായ ഇടപാടുകൾ ഭാഗികമായി നടന്നിട്ടുള്ള സ്ഥലത്തെ ജില്ലാ കമ്മീഷനിലും പരാതി സമർപ്പിക്കാം. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എതിർകക്ഷികൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തുള്ള ജില്ലാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം. ഒന്നിലധികം എതിർകക്ഷികൾ ഉള്ളപ്പോഴും അവർ വ്യത്യസ്ത ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുമ്പോഴും അവരിൽ ഏതെങ്കിലും ഒരാൾ താമസിക്കുകയോ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയോ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടായിരിക്കുകയോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സ്ഥലത്തുള്ള ജില്ലാ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം. സംസ്ഥാന കമ്മീഷനെ കുറിച്ച് പറഞ്ഞുകൊള്ളത് 20 ലക്ഷത്തിലധികവും 1 കോടിയിൽ കവിയാത്ത ഉപഭോക്തൃ തർക്കങ്ങൾ സംസ്ഥാന കമ്മീഷന് പരിഗണിക്കാം. ജില്ലാ കമ്മീഷന്റെ തീരുമാനങ്ങൾക്കെതിരായ അപ്പീൽ സംസ്ഥാന കമ്മീഷനിലാണ് ഫയൽ ചെയ്യേണ്ടത്. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ പ്രസിഡന്റും 2 മെമ്പർമാരും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ആളോ ആയിരിക്കും. 2 മെമ്പർമാരിൽ ഒരാൾ വനിതയായിരിക്കണം. ദേശീയ കമ്മീഷനെ കുറിച്ച് ഇന്ത്യയിൽ ഒരു ദേശീയ ഉപഭോക്തൃ കമ്മീഷനാണ് പ്രവർത്തിച്ചു വരുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ദേശീയ കമ്മീഷനിൽ പ്രസിഡന്റും മറ്റ് 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. 4 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കും. ജില്ലാ കമ്മീഷനിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ തന്നെയാണ് ദേശീയ കമ്മീഷനിലെയും മെമ്പർമാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. സംസ്ഥാന കമ്മീഷനുകളുടെ ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലുകൾ സമർപ്പിക്കേണ്ടത് ദേശീയ കമ്മീഷനിൽ ആണ്. സംസ്ഥാന കമ്മീഷനുകളുടെ വിധികളിലോ സംസ്ഥാന കമ്മീഷനുകളുടെ നിലവിലുള്ള കേസുകളിലോ ഇടപെടുവാൻ ദേശീയ കമ്മീഷന് അധികാരമുണ്ട്. 1 കോടി രൂപയിൽ അധികം വരുന്ന തർക്കങ്ങൾ ദേശീയ കമ്മീഷനിൽ ഉന്നയിക്കാം. ഉപഭോക്താവിന്റെ പരാതിക്ക് അടിസ്ഥാനമായി സംഭവം നടന്ന് 2 വർഷത്തിനകം ബന്ധപ്പെട്ട കമ്മീഷനിൽ പരാതി സമർപ്പിക്കേണ്ടതാണ്. പരാതി ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്മീഷനിൽ നിന്ന് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞാൽ എതിർകക്ഷികൾ നിശ്ചിത തീയതിയിൽ ബന്ധപ്പെട്ട കമ്മീഷൻ മുമ്പാകെ ഹാജരാകുകയാണ് വേണ്ടത്. നോട്ടീസ് കൈപ്പറ്റിയിട്ടും ഹാജരാകാതിരുന്നാൽ സാധാരണ സിവിൽ കോടതി നടപടി പോലെ എതിർകക്ഷിയെ എക്സ്പാർട്ടിയാക്കി പരാതിക്കാരന്റെ തെളിവ് സ്വീകരിച്ച് ഉത്തരവ് പാസാക്കും. എന്നാൽ എതിർകക്ഷി ഹാജരായി തർക്കിച്ചാണ് നിൽക്കുന്നെങ്കിൽ അവരുടെ ഭാഗം പരാതിന്മേലുള്ള ആക്ഷേപം സ്വീകരിക്കുകയും ഇരുഭാഗത്തിന്റെയും തെളിവുകൾ സ്വീകരിച്ച് വാദം കേട്ട് കേസ് തീർപ്പാക്കുന്ന രീതിയാണ്. കൂടാതെ പരാതിക്ക് ആസ്പദമായ സംഗതിയിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യമാണെങ്കിൽ കക്ഷികളുടെ ആവശ്യപ്രകാരം കമ്മീഷനെ വെച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സ്വീകരിക്കും. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പരാതിയിന്മേലുള്ള ഉത്തരവ്. പരാതിക്കാരന്റെ പരാതി സത്യമാണെന്ന് തെളിഞ്ഞാൽ പല രീതിയിലായിരിക്കും പരിഹാര നിർദ്ദേശം. തീർക്കാൻ പറ്റുന്ന കേടുപാടുകളാണ് അവ തീർത്ത് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കേടായ സാധനം മാറ്റി പുതിയ സാധനം നൽകുന്നതിനോ അതുമല്ലെങ്കിൽ സാധനം തിരികെ എടുത്ത് വാങ്ങിയ തുക മടക്കി നൽകാനോ ഒക്കെയാവും ഉത്തരവ് ഉണ്ടാകുന്നത്. കൂടാതെ ഇതിനോടൊപ്പം പരാതിക്കാരനെ വ്യാപാരി വഞ്ചിച്ചതിനും അതിന്റെ പേരിൽ അയാൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരവും കോടതി ചെലവ് നൽകാനും എതിർകക്ഷിയോട് ഉത്തരവിടും. പരാതിക്കാരൻ പരാതിയുമായി കച്ചവടക്കാരനെ സമീപിച്ചപ്പോൾ തന്നെ പരാതി പരിഹരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരികയില്ലായിരുന്നു. പരിഹരിക്കപ്പെടാവുന്ന പരാതികൾ അപ്പോൾ തന്നെ കച്ചവടക്കാർ പരിഹരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. ഒരു സാധനം വിറ്റ് കഴിഞ്ഞ് അതിന്റെ ലാഭം കൈക്കലാക്കി കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം തീർന്നുവെന്ന് കരുതുന്നത് ശരിയല്ല. വിൽപ്പന കഴിഞ്ഞാലും
കച്ചവടക്കാരന്റെ സേവനം ഉപഭോക്താവിനെ ലഭ്യമാക്കണം. കച്ചവടക്കാരും ഉപഭോക്താവും തമ്മിൽ ആരോഗ്യപരമായ സമീപനമാണ് വേണ്ടത്. ഉപഭോക്താക്കൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായാൽ കച്ചവടക്കാരിൽ നിന്നും സേവന ദാതാക്കളിൽ നിന്നും ഉണ്ടാകുന്ന നീതിയുക്തമല്ലാത്ത കച്ചവട സമ്പ്രദായങ്ങളിൽ നിന്നും സേവന വീഴ്ചകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വിധിയെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. വിമാനം റദ്ദാക്കിയത് കൊണ്ട് യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകാനാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഉത്തരവായത്. വിമാന സർവീസ് റദ്ദ് ചെയ്തത് മൂലം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന യാത്രക്കാരനാണ് എയർ ഇന്ത്യ 50,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാൻ തിരുവനന്തപുരം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. വിമാനത്താവളത്തിൽ നേരത്തെ എത്തിയ യാത്രക്കാരന് ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് സർവീസ് റദ്ദ് ചെയ്തത് അറിയിച്ചത്. വിമാനം റദ്ദ് ചെയ്തത് കാലക്കൂട്ടി അറിയിക്കൂ, പകരം വിമാനം ഏർപ്പെടുത്തിയോ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം കാണിക്കാത്തതിനും ദേശീയ സമ്മേളനത്തിൽ യാത്രക്കാരന് യഥാസമയം പങ്കെടുക്കാൻ കഴിയാതിരുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കുമുള്ള നഷ്ടപരിഹാരമാണ് തുക അനുവദിച്ചത്. തൊഴിലാളി മണ്ഡലത്തിൽ ഉപഭോക്തൃ സംരക്ഷണം ഇന്നത്തെ ആവശ്യം. ഈ വിഷയത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പുനലൂർ TM തോമസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.